Hello, welcome to Senso School of Life Sciences. Today we shall talk about geological time scale. The end of lifespan of Earth is called the geological time. ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെയുള്ള മൊത്തം കാലയളവിനെയാണ് geological time എന്ന് പറയുന്നത്. So what is geological time scale? A system of organizing the history of the Earth into units of time from the smallest to the largest, based on the events and processes that have occurred, is referred to geological time scale. ഭൂമി ഉണ്ടായത് മുതൽ ഇന്നേ വരെയുള്ള സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, സേ ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ഫ്ലോറ ആൻഡ് ഫൗണ, മാസ് എക്സ്റ്റിങ്ഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെയും ഡിഫറെന്റ് ജിയോളജിക്കൽ ടൈം ലൈനായി അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. So the geological time scale is the calendar for events in the history of Earth. അതായത് ഇപ്പോൾ എർത്തിന്റെ ചരിത്രത്തിലെ സംഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കലണ്ടർ ആയിട്ട് നമുക്ക് പറയാം അല്ലെ ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ. The major divisions of geological time are eons, eras, periods and epochs. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു തരാം. eons ആണല്ലോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇപ്പോക്ക് ആയിരിക്കും. ദ ഇയോൺസ് ഏതൊക്കെയാ നോക്കാം. ഫാനറോസോയിക്, പ്രോട്ടിറോസോയിക്, ആർക്കിയൻ, ഹാഡിയൻ. ഹാഡിയൻ ഓൾഡസ്റ്റ് ഇയോൺ ആണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഒന്നുകൂടെ. ഹാഡിയൻ ഓൾഡസ്റ്റ് ഇയോൺ, ദെൻ ആർക്കിയൻ, പ്രോട്ടിറോസോയിക്, ഫാനറോസോയിക്. ഇവിടെ ഹാഡിയനിൽ എന്താണ് സംഭവിച്ചത്, അതിന്റെ സമയം എപ്പോഴാണെന്ന് നോക്കാം. നമുക്ക് 4600 മില്യൺ ഇയേഴ്സിന് മുമ്പ് അല്ലെ. മില്യനും ബില്യനും മാറുന്നത്. ബില്യൺ ആവുമ്പോൾ എത്രയായിരിക്കും? 4.6 ബില്യൺ അല്ലെ. അപ്പോ ഹാഡിയനിൽ എന്താ സംഭവിച്ചത് നോക്കി. ഫോർമേഷൻ ഓഫ് എർത്ത്. ഫോർമേഷൻ ഓഫ് എർത്ത് ഏതാണ്ട് നമ്മള് ഭൂമി ഉണ്ടായ കാലം എന്താ പഠിച്ചു വെച്ചിട്ടുള്ളത്? എത്രയാ? +2 ഉണ്ടല്ലോ. 4.5 ബില്യൺസിന് മുമ്പ്, അതായത് 4500 മില്യൺ ഏതാണ്ട് ഇവിടെ വരും അല്ലെ. അപ്പൊ ഫോർമേഷൻ ഓഫ് എർത്ത് ഹാഡിയൻ കാലയളവിൽ നടന്നു. അന്നേരം റോക്സ് ഒന്നും ഇല്ലാത്ത കാലം എപ്പോഴാണ്? അതിങ്ങനെ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെറ്റിനാണെന്ന് ആണ് എന്റെ ഓർമ്മ. അപ്പോ പാറകളൊന്നും ഇല്ലായിരുന്ന സമയം ഹാഡിയൻ. ഇപ്പൊ ഹാഡിയൻ എന്ന് പറയുന്ന കാലയളവ് 4600 to 4000. അത് ഏതാണ്ട് 4.5, അതായത് 4500 മില്യൺ അതിനോടുകൂടെ ഫോർമേഷൻ എർത്ത് വരുന്നു. അപ്പോൾ ഹാഡിയൻ ടൈമില് എർത്ത് ഉണ്ടായെന്ന് പറയാം. അടുത്ത ആർക്കിയൻ. ആർക്കിയൻ 4000-ലാണ് തുടങ്ങുന്നത്. അപ്പൊ 4000 മുതൽ 2500 വരെ. നമുക്കിവിടെ ഏതാണ്ട് ലൈഫ് ബിഗിൻ ടു ഇവോൾവ് എന്ന് പറയും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ സമയത്ത് എന്ത് കൃത്യമായിട്ട് നടന്നു, എല്ലാത്തിലും നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതിലെന്നും. അപ്പോ നമ്മളുടെ സ്ട്രോമറ്റോലൈറ്റ്സ് ഒക്കെ ഉണ്ടാകും. സ്ട്രോമറ്റോലൈറ്റ്സ് വേർഡ് ഓർത്തിരിക്കുക, നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കോളനീസ് ഓഫ് ബാക്ടീരിയ, എസ്പെഷ്യലി സൈനോ ബാക്ടീരിയ പോലെ ഉള്ള ബാക്ടീരിയ ഉണ്ടായി എന്നാണ് പറയുന്നത്. സെഡിമെന്ററി റോക്സ് ഒക്കെ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈഫ് ഫോം ചെയ്തത് ഏതാണ്ട് 3800 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാണ്ട് ഇവിടെ വരും അല്ലെ, ഓർത്തിരിക്കുക. അപ്പൊ പ്രോകാരിയോട്സ് എല്ലാം ഉണ്ടായത്. അപ്പോ നിങ്ങൾ വിചാരിക്കും സ്ട്രോമറ്റോലൈറ്റ്സിൽ സൈനോ ബാക്ടീരിയ പോലെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതും പ്രോകാരിയോട്സ് അല്ലേ. അപ്പൊ എന്നാലും അതിന്റെ ഒരു ആദ്യം ഇപ്പോൾ ചെയ്ത് വരുന്നത് ശരിക്കും പ്രോകാരിയോട്സിന്റെ എല്ലാം പ്രസൻസ് കൂടുതലായിട്ടുണ്ടായത് ഇത് പ്രീ കാംബ്രിയനിലാണ്. ഓർത്തിരിക്കുക. പ്രോട്ടിറോസോയിക്കിലാണ്. അപ്പൊ ഇതിനെ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടിറോസോയിക് ഇത് മൂന്നും കൂടെ ചേർന്ന് പ്രീ കാംബ്രിയൻ ഇറ എന്ന് പറയും. ചില ടെക്സ്റ്റുകളിൽ പ്രീ കാംബ്രിയൻ പീരീഡിന്റെ കീഴിൽ എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും ഇത് പ്രീ കാംബ്രിയൻ ഒരു ഇറയാണ്. ഒന്നും കൂടെ, ഇയോൺ ആണ് ലാർജസ്റ്റ് യൂണിറ്റ് അല്ലെ. കാര്യം ഇയോണിന് കീഴെയാണ് ബാക്കിയുള്ളതെല്ലാം വരിക. അപ്പോ ഇയോൺ അതിലേറ്റവും ആദ്യം ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടിറോസോയിക്, ഫാനറോസോയിക്. അപ്പൊ ഇവിടെ ലൈഫ് ബിഗിൻ ചെയ്തതേ ഉള്ളൂ അല്ലെ. തന്നെ ഭൂമി ഉണ്ടായി, ലൈഫ് ബിഗിൻ ചെയ്തേ ഉള്ളൂ. അപ്പോ മറ്റ് കാര്യമായ ഫോർമേഷൻ, അതായത് ഫ്ലോറ ആൻഡ് ഫൗണ അല്ലെങ്കിൽ മറ്റ് പറയത്തക്ക എവല്യൂഷൻ ഒന്നും നടന്നില്ല. അപ്പം മേജർ എവല്യൂഷണറി പ്രോസസ് നടന്ന എപ്പോഴാണ്? ഫാനറോസോയിക്കിലാണ്. അപ്പൊ ഹിസ്റ്ററി ഓഫ് എർത്തിനെ മൊത്തം 4 ഇയോൺസ് ആയിട്ട് കൊടുത്തു അല്ലെ. മൊത്തം
അതിന്റെ കീഴെയാണ് ബാക്കിയുള്ള എല്ലാം വരിക. അപ്പൊ ഫാനറോസോയിക് ഇയോണിലാണ് കാര്യമായ രീതിയിലുള്ള എവല്യൂഷനൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പല ഇറയായിട്ട് കൊടുത്തിട്ടുണ്ട്, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. അപ്പൊ ഫാനറോസോയിക് ഇയോണിന്റെ കീഴിൽ വരുന്ന ഇറ ഏതൊക്കെയാണ്? പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. അപ്പൊ ഇറ ഇപ്പൊ ഏതൊക്കെയായി? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഓക്കെ. അപ്പൊ ഇതിനെല്ലാം ഓർഡർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം എക്സാമിന് പല പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെ ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിക്കും. അത് ഇറ ചോദിക്കാം, ഇയോൺ ചോദിക്കാം, പീരിയഡ് ചോദിക്കാം, ഇപ്പോക്ക് ചോദിക്കാം, ഇതിന്റെ ഓർഡർ. അപ്പൊ ഓർഡർ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇയോൺ എങ്ങനെയാ? ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാൻഡ്രോസോയിക്. ചിലപ്പോൾ ഹാഡിയൻ വരും, ആദ്യം ആർക്കിയൻ തരും, പിന്നെ പ്രോട്ടോസോയിക് തരാകുമ്പോൾ അങ്ങനെ തെറ്റിച്ച് ചോദിക്കാം. അതുപോലെ ഇവിടെയും ഓർഡർ മനസ്സിലാക്കുക. പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. പീരീഡ് നോക്കാം. പാലിയോസോയിക് ഇറയെ പീരീഡ് എന്തെല്ലാം? കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സെലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ, ഇങ്ങനെ പല പീരീഡ്സ് ആയിട്ട് കൊടുത്തു. മീസോസോയിക്കിൽ എന്താ? ട്രയാസിക്, ജുറാസിക്, ക്രറ്റീഷ്യസ്. ദെൻ സീനോസോയിക്കിൽ ടെർഷ്യറി, കോട്ടൺറി. ഓക്കെ. ഇത് ഇനി ഇപ്പോക്ക് നോക്കാം. ഇപ്പോക്ക് ഏതിനെ മാത്രമാണ് നമ്മൾ ഇപ്പോക്കായിട്ട് കൊടുത്തുള്ളത്? ടെർഷ്യറിയുടെയും കോട്ടൺറിയും ആണല്ലേ. അപ്പോൾ ടെർഷ്യറി നോക്കാം. പാലിയോസിൻ, ഇയോസിൻ, ഒളിഗോസിൻ, മയോസിൻ, പ്ലയോസിൻ, പ്ലീസ്റ്റോസിൻ, ഹോളോസിൻ. ഇതെല്ലാം ഓർഡർ ആയിട്ട് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? ഓർത്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ യു സി ദർ ആർ സോ മച്ച് ഇൻഫർമേഷൻസ് അല്ലേ. ഇവിടെ ദ ഓർഡർ ഓഫ് ഇയോൺസ്, ഇറ, period, epoch, everything you should remember, I told you, because every time questions are asking from this topic. So to remember the different eons, eras, period and epoch in order, all right, മനസ്സിലാക്കാൻ I shall give you some mnemonics. That is to remember something in easier form. അതാണല്ലോ mnemonics അല്ലേ. നോക്കാം. mnemonics കാര്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇത്രയൊന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ ഓർഡർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം ഇയോൺസിന്റെ നിമോണിക്സ്, ഇയോൺസ് ഓർത്തിരിക്കാനുള്ള നിമോണിക്സ് തരാം. ഇയോൺസ് ഏതെല്ലാം? ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, ഫാനറോസോയിക്. അതില് ഇങ്ങനെയാ എഴുതിയിട്ടുള്ള എന്താ? ഇയോൺസിന് ഹാപ്പൻഡ്. അതെ, സംഭവിച്ചു. എന്തൊക്കെയാ? ഈ ഇയോൺസിന് കീഴെയാണ് ഇതെല്ലാം സംഭവങ്ങൾ വന്നത് അല്ലേ. ഭൂമി ഉണ്ടായതും ആദ്യം ഓർഗാനിസം ഉണ്ടായി, അതിനുശേഷം ഫാൻഡ്രോസോയിക് ഇയോണില് ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ ഹാപ്പൻഡ്, അത് അങ്ങനെ ഓർക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നതാണ്. ഹാപ്പൻ. ആ ഹാപ്പൻഡില് എച്ച്, ഇവിടെ എച്ച് വേണം, എ വേണം, പി വേണം, വീണ്ടും പി വേണം. അത്രയും കൂടെ ചേർത്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എച്ച് ഏതാണ്? ഹാഡിയൻ അല്ലെ. ആദ്യത്തെ എച്ച് എന്താ? ഹാഡിയൻ. അത് എ എന്താ? ആർക്കിയനില് എ. അടുത്ത പ്രോട്ടോസോയിക്കില് പി, വീണ്ടും ഒരു പി ഫാൻഡ്രോസോയിക്കില്. എളുപ്പമല്ലേ? ഓക്കെ. ഹാപ്പൻഡ്. ദെൻ അപ്പൊ നമുക്ക് ഇയോൺ ഇനി മറക്കത്തില്ല, ഹാപ്പൻഡ് ഓർത്തിരുന്നാൽ മതി അല്ലേ. ഇനി ഇറ നോക്കാം. ഇറയിൽ ഇപ്പൊ എന്തൊക്കെയാ? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇതിന് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്ലീസ് പാസ് മീ കേക്ക്. പ്ലീസ് പാസ് മീ കേക്ക്. ഇവിടെ പി ഏതിനെയാ? പ്രീ കാംബ്രിയൻ. പാസ് വീണ്ടും അത് പാലിയോസോയിക്കിലെ പി പറയാം. അടുത്ത മീ എന്താ? മീസോസോയിക്. സീനോസോയിക്കിലെ സി. ഓക്കെ. അപ്പൊ ഇറ എങ്ങനെ ഓർക്കും? പ്ലീസ് പാസ് മീ കേക്ക്. ഓക്കെ. ഇയോൺസ് എങ്ങനെ ഓർക്കും? ഹാപ്പൻഡ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് പീരീഡ് നോക്കാം. പീരീഡ് ഇത് കുറേ ഉണ്ട് അല്ലെ. ഇതാ പാലിയോസോയിക്കിലെ പീരീഡ് നോക്കാം. ഇവിടെ പ്രീ കാംബ്രിയനിലെ പീരീഡ് ഇല്ല. പാലിയോസോയിക്കിൽ നോക്കാം. കാംബ്രിയൻ, ഓർഡോവിസിൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ. അതിങ്ങനെ ഓർക്കാം. പാലിയോസോയിക്കിൽ നോക്കാം. എന്താ? കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. അതെ, സീരിയസ് ഡിസീസ് പലതിനെയും നമുക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാം. എല്ലാം ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിയുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓർക്കാൻ വേണ്ടി. പാലിയോസോയിക് ഇതാ ഇവിടെ നോക്കാം. കാംബ്രിയനിലെ സി, കെയർ ഓഫ്. അത് ഓർഡോവിസിയനിലെ ഓ. ദെൻ സീരിയസ്, യെസ്.
അടുത്ത ഡിസീസ്, ഡിവോണിയൻ. അവിടെ ക്യാൻ, അവിടെ കാർബോണിഫറസിന്റെ സി, ക്യാൻ. അടുത്ത പ്രിവെന്റ്, അവിടെ പി. എളുപ്പമല്ലേ അല്ലേ? ഓക്കെ. പാലിയോസോയിക്കിലെ പീരീഡ് അങ്ങനെ പറയാം. കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. ഒരു 1-2 പ്രാവശ്യം പറഞ്ഞ് ലോങ് ടേം മെമ്മറിയിൽ ആക്കി വെക്കുക. അടുത്ത മീസോസോയിക്കിൽ നമുക്ക് ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്. എളുപ്പമുണ്ടല്ലേ അത്? എന്നാലും ഈ ഒരു ന്യൂമോണിക്സ് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി. അതെ, നമ്മുടെ ഇവിടെ ഡിസീസും അപ്പൊ അത് വരാതിരിക്കുന്ന ജ്യൂസ് കുടിക്കുക എല്ലാം ഒന്ന് ബന്ധിച്ചങ്ങ് ഓർത്തിരുന്നാൽ മതി. മീസോസോയിക് ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി. എന്താ? ട്രയാസിക്, ഇവിടെ ജെ ജുറാസിക്, സി അവിടെ ക്രിട്ടേഷ്യസ്. എളുപ്പം അല്ലേ? വെരി ഈസി. ദെൻ സീനോസോയിക് നമുക്ക് ഇവിടെ ന്യൂമോണിക് ഇല്ലാതെ തന്നെ ഓർക്കാൻ സാധിക്കും അല്ലെ? ടെർഷറി കോട്ടൺ. എന്നാലും ജ്യൂസ് ഒക്കെ കഴിച്ച് ഒരു ക്യൂസ് ഒക്കെ ചെയ്യാം അല്ലെ? സീനോസോയിക് ടേക്ക് ക്യൂസ്. ഓക്കെ ഓക്കെ. ദെൻ വൺ മോർ തിങ്, ഇപ്പോക്ക്. ഇപ്പോക്ക് നമ്മുടെ ടെർഷറി കോട്ടണറി അല്ലെ? ഇപ്പോക്കാണ്. പുട്ട് എഗ്സ് ഓൺ മൈ പ്ലേറ്റ് പ്ലീസ് ഹണി. പറയാം, പുട്ട് എഗ്സ് ഓൺ മൈ പ്ലേറ്റ് പ്ലീസ് ഹണി. അത് പുട്ട് കണ്ടാൽ അറിയാം അല്ലെ? എന്താ പാലിയോസിനിലെ അവിടെ പുട്ട് എക്സ്, അവിടെ ഇയോസിനിലെ ഈ, ഒളിഗോസിനിലെ ഓ, ഓൺ. ദെൻ മൈ പ്ലേറ്റ്, മയോസിനിലെ എം, മൈ. ദെൻ പ്ലേറ്റ് പി, പ്ലയോസിൻ. അഗൈൻ പി, പ്ലീസ്, പ്ലീസ്റ്റോസിൻ. ഹോളോസിനിലെ ഹണി, ഹോളോസിനിലെ എച്ച്. അപ്പൊ ഇത്രയും സ്റ്റഡീസ് ബൈ ഹാർട്ട്. കാരണം ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിലെന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്, പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കാം. ഇയോൺസ് ആർ ദ ലാർജസ്റ്റ് ഇന്റർവൽ യൂണിറ്റ് into which geological time is divided. There are 4 geological eons. They are Hadean, Archean, Proterozoic, Phanerozoic. The first 3 eons, namely Hadean, Archean, and Proterozoic eons, are together known as Precambrian. Hadean eon, Hadean eon എന്താണ് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു. The first eon of geological time scale is the Hadean eon. The interval of time in Hadean eon is from 4,600 million years to 4,000 million years. No rocks recovered. The Archean, the oldest rocks known on Earth, was deposited during the Archean eon. Oldest rock illa irunna time Hadean ellam orthirikka, was deposited during the Archean. Appo 4,000 million years to 2,500 million years. Sedimentary rocks, അന്നേരം ഉണ്ടായിരുന്ന റോക്സിൽ deposited in the ocean during Archean eon contain microscopic life forms. അതാണ് the stromatolites formed by colonies of photosynthesizing bacteria known as cyanobacteria lived in shallow water. Proterozoic eon, Proterozoic eonൽ ഞാൻ പറഞ്ഞല്ലോ പ്രോകാരിയോട്സിലെല്ലാം ശരിക്കും ഓൾ ചെയ്തു വന്നു. It was formed from 2,500 million years to 540 million years. By the end of Proterozoic eon, eukaryotic life appeared. Then Phanerozoic eon. നമ്മളിപ്പോ ജീവിക്കുന്ന ഇയോൺ ഏതാണ്? Phanerozoic eon അല്ലെ? നമ്മൾ ഇപ്പോ ജീവിക്കുന്ന ഇറ ഏതാണ്? സീനോസോയിക് അല്ലെ? നമ്മളിപ്പോ ജീവിക്കുന്ന പീരീഡ് ഏതാ? അത് കോട്ടണറി. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇപ്പോക്ക് ഏതാ? ഹോളോസിൻ അല്ലെ? അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന അത് ഇയോൺ ഏതില? പ്രസന്റ് ഇയോൺ ഏതാ? ഫാനറോസോയിക് അല്ലെ? അപ്പൊ അത് എന്റെ ഇവിടെ ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് ഫാനറോസോയിക് ഇയോൺ, പ്രോട്ടോസോറിക്, ആർക്കിയൻ, ഹാഡിയൻ. അതായത് ഇയോൺസില് ഇവിടെ പ്രീകാംബ്രിയൻ, അതായത് മൂന്നും കൂടെ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, ഇത്രയും ടൈമില് എന്തൊക്കെ നടന്നു എന്നുള്ളതോടെ നമ്മളിവിടെ പറഞ്ഞു. ബാക്കിയുള്ളത് സംഭവിച്ചതെല്ലാം ഇവിടെ എഴുതാനൊന്നും സ്ഥലമില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രത്യേകം സ്ലൈഡിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഓർഡറായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോ പഠിച്ചത് ഏതാണ്? ഇയോൺസില് ഏത് മാത്രം? ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്. ഇനി ഫാനറോസോയിക്കിലാണല്ലോ ബാക്കിയുള്ളതെല്ലാം നടക്കുന്നത്. ഫാനറോസോയിക് ഇയോണിനെയാണ് പാലിയോസോയിക്, മീസോസോയിക്,
സീനോസോയിക് അല്ലെ. അപ്പൊ അതില് പാലിയോസോയിക്കില് വിവിധ പീരീഡ്സ്, അവിടെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. മീസോസോയിക് അതിൽ എന്തെല്ലാം പീരീഡ്, അത് ഏതെല്ലാം കാലഘട്ടം, അവിടെ എന്തൊക്കെ സംഭവിച്ചു. അതുപോലെ സീനോസോയിക് ഇറ അതിൽ കാണുന്ന പീരീഡ്, ആ പീരീഡ്സിൽ കാണുന്ന ഇപ്പോക്ക്, ഇതെല്ലാം വ്യക്തമായിട്ട് ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ന്യൂമോണിക്സ് മറക്കരുത്. നമുക്കിനി പാലിയോസോയിക് നോക്കാം. പാലിയോസോയിക് ഇറയെ നമ്മൾ പറയുന്നത് ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ് എന്നാണ് പറയുന്നത്. എന്താണ് ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്? ഉണ്ട് ജീവികളൊക്കെ ഉണ്ടായ ഇൻവെർട്ടിബ്രേറ്റ്സ്, പിന്നെ വെർട്ടിബ്രേറ്റ്സ് ഒക്കെ ഉണ്ടായി വരുന്ന കാലഘട്ടം, ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്. പാലിയോസോയിക് ഇറയെ ഡിഫറെന്റ് പീരീഡ്സ് ആയിട്ട് കേംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, ദെൻ പെർമിയൻ. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ഓർഡറായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ കേംബ്രിയൻ തുടങ്ങുന്ന 540. ഇത് ചിലർ ചോദിക്കാറുണ്ട്, സാർ ചില ടെക്സ്റ്റിൽ 541 അല്ലേ, ചിലതിൽ 42 അല്ലേ? ജസ്റ്റ് ലീവ് ഇറ്റ്, ബിക്കോസ് ഈവൻ ഫോറിൻ ബുക്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊടുക്കുന്നുണ്ട്. Nobody will ask that Cambrian ion is starting from 540, 41 or so and so. 2-3 മാറിയിരിക്കും. അതിന്റെ എക്സ്ട്രീംസ് തീരെ വ്യത്യാസത്തോടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ അതിന്റെ ചോയ്സ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കാംബ്രിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാംബ്രിയൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 540 അല്ലെങ്കിൽ 525. പിന്നെ വേറൊരു ചോയ്സ് തരുന്ന ചിലപ്പോ 250, മറ്റൊരെണ്ണം ചിലപ്പോ തരുന്നത് 2500. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ തെറ്റാണ്. 525 എന്ന് തന്നാലും അത് ശരിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക, കുറച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം, തീരെ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ മനസ്സിലാക്കുന്നത്. എന്നാലും 440 or 45 ഒക്കെ ആയിരിക്കും മിക്കവാറും തരുന്നത്. തീരെ വ്യത്യാസമായിട്ടും തരാറില്ല. അടുത്ത് ഇതിന്റെ റേഞ്ച് മനസ്സിലാക്കുക, 540 to 485. ഇതും അതുപോലെ ഓർത്തിരിക്കുക. ഈ ടൈമില് ആണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ നടക്കുക. ഓർത്തിരിക്കുക, പാലിയോസോയിക് ഇറായില് നടന്ന 2 ഗ്രേറ്റസ്റ്റ് എവല്യൂഷണറി ചേഞ്ചസ് ആണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ, മറ്റൊരെണ്ണം ഗ്രേറ്റ് ഓർഡോവിസിയൻ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോ പാലിയോസോയിക് ഇറയിൽ നടന്ന വലിയ 2 സംഭവങ്ങളാണ് എന്തെല്ലാം? കേംബ്രിയൻ എക്സ്പ്ലോഷൻ, ദെൻ അതായത് ഓർഡോവിസിയൻ സമയത്ത് നടന്ന ഓർഡോവിസിയൻ ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണത്? പല പ്രാവശ്യം നെറ്റ് എക്സാം ഒക്കെ എഴുതിയവർ മനസ്സിലാക്കി കാണും. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, പാലിയോസോയിക് ഇറയിൽ നടന്ന ഈ സംഭവങ്ങൾ. അതിന്റെ കാരണം ഇതാണ്, ഇൻവെർട്ടിബ്രേറ്റ്സ് വളരെ കൂടുതലായിട്ട് ഉണ്ടായ ഒരു സമയം. കേംബ്രിയൻ എക്സ്പ്ലോഷൻ, മാസീവ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്. നമുക്കറിയാം, ഇവിടെ നേരത്തെ പ്രോകാരിയോട്സ് എല്ലാം ജസ്റ്റ് ഉണ്ടായി വന്നു എന്നുള്ള ബാക്ടീരിയ ഒക്കെ. അപ്പൊ ഇവിടെ ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമുക്കറിയാമല്ലോ, എക്കിനോഡം വരെയുള്ള ഫൈലമുണ്ട്. അപ്പൊ വിവിധ ഫൈലം, ഇൻവെർട്ടിബ്രേറ്റ്സ് ഇതെല്ലാം ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം, അതാണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ. ഇനി ഓർഡോവിസിയൻ ടൈമിലും ഈ ഉണ്ടായ ഇൻവെർട്ടിബ്രേറ്റ്സ്, മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്തു. ഡിഫറെന്റ് ഗ്രൂപ്പ്സ് കണ്ടോ ഓർഡോവിസിയനില്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിങ് എക്കിനോഡം. അവിടെ ഇൻക്ലൂഡിങ് എന്ന് പറയുന്നത് എന്താ, അതാണല്ലോ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതുവരെയുള്ള എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്ത് വിവിധ രൂപത്തിലുണ്ടായി. അതുകൊണ്ടാണ് കേംബ്രിയനെയും ഓർഡോവിസിയനെയും മൊത്തം പറയുന്നത് ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഏതാണ് ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്? കേംബ്രിയനെയും ഓർഡോവിസിയനെയും ചേർത്ത് പറയുന്നതാണ്. ദെൻ അടുത്ത് സിലൂറിയൻ. അപ്പോൾ 443 ഏതാണ്ട് ആ റേഞ്ചിൽ ആണ് എന്താ സിലൂറിയൻ തുടങ്ങുന്നത്. സിലൂറിയൻ ടൈമിലാണ് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ഉണ്ടാകുക. പിന്നെ അതുകൂടാതെ റിനിയ പോലുള്ള ടെർഡോഫൈറ്റ്സ് പ്രിമിറ്റീവ് ഫോം ഉണ്ടാകുന്നു. പിന്നെ ഏതാണ്ട് ഓർഡോവിസിയൻ ടൈമിലാണ് മോസസ് ഒക്കെ ഉണ്ടാകുക. നമ്മൾ ഇതിന്റെ എവല്യൂഷനിൽ കുറെ കോമൺ സെൻസ് കൊണ്ട് ഓർത്തിരിക്കാം.
അപ്പൊ ഇതിനടുത്ത് വരുന്നത് എന്തായിരിക്കും? അടുത്ത് വരുന്നത് എന്തായി? നമുക്ക് എവല്യൂഷൻ വരുന്നത് അറിയാമല്ലോ. വെർട്ടബ്രേറ്റ്സിന്റെ എവല്യൂഷനിൽ തന്നെ അറിയാമല്ലോ. ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽ, ബേർഡ്സ്, മാമൽസ്. അപ്പോൾ അതുപോലെ പ്ലാന്റ്സും ഒക്കെ കുറച്ചൊക്കെ അത് കോമൺ സെൻസ് കൂടെ മനസ്സിലാക്കി. അതുകൊണ്ട് ഓരോന്നും ഇവിടെ എടുത്ത് എഴുതാൻ പറ്റത്തില്ല. ദെൻ അടുത്ത് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഡിവോണിയൻ ടൈമിലാണ് എന്താ ഏജ് ഓഫ് ഫിഷസ് വരിക. അപ്പോ ഏജ് ഓഫ് ആംഫിബിയ ഏതാ പഠിച്ചു വെച്ചിട്ടുള്ളത്? കാർബോണിഫെറസ്. അപ്പോ ഏജ് ഓഫ് ഫിഷസ് ഡിവോണിയൻ, ഒറിജിൻ ഓഫ് ആംഫിബിയ ഡിവോണിയൻ. എന്നാൽ ആംഫിബിയ വളരെയധികം ഫ്ലറിഷ് ചെയ്തപ്പോഴാ അടുത്ത കാർബോണിഫെറസിൽ. അപ്പൊ ഏജ് ഓഫ് ആംഫിബിയ എന്ന് പറയുന്നത് കാർബോണിഫെറസ്, ഒറിജിൻ ഓഫ് ആംഫിബിയ എന്ന് പറയുന്നത് ഡിവോണിയൻ. മറക്കരുത്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നോക്കാം. അടുത്തെന്താണ്? പെർമിയൻ. പെർമിയൻ സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ ഇൻടാക്ട്. ഞാൻ നെറ്റിന് എടുത്തു പറയുന്നത് കാര്യം പലപ്പോഴും നെറ്റിനെല്ലാം ഇത് ചോദിച്ചിട്ടുള്ളത് സെറ്റിലും ചോദിക്കുന്നുണ്ട്. അതുപോലെ HSST, VHSC ഇതുപോലെ പല എക്സാമിനും ചോദിക്കും. അപ്പൊ ഈ നെറ്റില് പലതും ചോദിക്കുന്നതാണ്. പലരും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവര് സെറ്റിനൊക്കെ ഇടുന്നത്. അതൊരു പ്രാക്ടീസ് ആണ്. പലരും അതില് ഈ പാൻജിയ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നെറ്റിന്. ഈ പാൻജിയ ഒന്ന് ഓർക്കുക. എന്താണ് ഈ പാൻജിയ? ഇവിടെ പാൻജിയ എന്താ പറഞ്ഞത്? സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ ഇൻടാക്ട്. അതായത് ഇവിടെ നോക്കാം, ഡ്യൂറിങ് ലേറ്റ് പാലിയോസോയിക് ഇറ, പാലിയോസോയിക് ലേറ്റ് ആയിട്ടുള്ള നമ്മുടെ പെർമിയൻ പീരീഡില് ദ കോണ്ടിനെന്റ് വി നൗ നോ ആസ് നോർത്ത് അമേരിക്ക എന്തുമായിട്ടാ ചേർന്നിരുന്നത്? വാസ് കോണ്ടിഗസ് വിത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നത്. അപ്പോ സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ്, അതിനെയാണ് പറയുന്നത് പാൻജിയ. അപ്പൊ ഇതിനെല്ലാത്തിനെയും ചുറ്റും ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് പാന്തലാസ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എന്താണ് ഈ പാൻജിയ? ഡ്യൂറിങ് ലേറ്റ് പാലിയോസോയിക് ഇറ കോണ്ടിനെന്റ് we now know as North America was contiguous with Africa, South America and Europe. ഇപ്പൊ അങ്ങനെയാണോ? ഇല്ല, അതെല്ലാം അങ്ങോട്ട് ചിന്നി മാറി. പിന്നെ അത് പാൻജിയ ബ്രേക്ക് ഉണ്ടായി. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഇവിടെ പെർമിയൻ. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഇവിടെ 5 പ്രധാനപ്പെട്ട മാസ് എക്സ്റ്റിങ്ഷൻസ് ആണ്. ഇവിടെ ഒന്ന് ഇവിടെ നോക്കുക, മാസ് എക്സ്റ്റിങ്ഷൻ. ഇവിടെ സിലൂറിയൻ ടൈമില് മാസ് എക്സ്റ്റിങ്ഷൻ. ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻ വീണ്ടും കാർബോണിഫെറസിന്റെ തുടക്കത്തില്. വീണ്ടും ഇതാ നോക്കിയേ, പെർമിയൻ ടൈമില് മാസ് എക്സ്റ്റിങ്ഷൻ. ഇതില് ഏറ്റവും മേജർ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ. ഓർത്തിരിക്കുക. പല പ്രാവശ്യം പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 95% ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എസ്പെഷ്യലി ഇറ്റ് ഈസ് എക്സ്റ്റിങ്ക്ട്. ഇത് ശരിക്കും ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഫ്ലറിഷ് എപ്പോഴാണ്? പാലിയോസോയിക് ബിഗിനിങ്ങിലാണ്, ഇവിടെ കാംബ്രിയൻ ഓർഡോസിൻ ടൈമിലാണ്. എന്നാൽ അതിന്റെ മാസ് എക്സ്റ്റിങ്ഷൻ വരുന്നത് പെർമിയനിലാണ്. അപ്പോ 95% മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ വാട്ട് ഈസ് ഏജ് ഓഫ് ആംഫിബിയ? ഏജ് ഓഫ് ആംഫിബിയ കാർബോണിഫെറസ്. വാട്ട്സ് ദ ഫസ്റ്റ് ഒറിജിൻ ഓഫ് ആംഫിബിയ? ഡിവോണിയൻ. ഇതെല്ലാം ഓർത്തിരിക്കുക. ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് എപ്പോഴാണ്? അതുപോലെ ട്രൈലോബൈറ്റ്സ് ഡോമിനേറ്റ് ചെയ്ത്, ട്രൈലോബൈറ്റ്സ് ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലേ, അതെല്ലാം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പീരീഡിലാണ്, ഈ ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താണ് ആദ്യത്തെ സ്ലൈഡിൽ ഏതാണ്ടത് ഇയോൺസിന്റെ വിവിധ കാര്യങ്ങളാണ്. അതായത് ഇയോൺസിൽ പ്രത്യേകിച്ച് പ്രീ കാംബ്രിയൻ ഇയോണിൽ നടന്ന സംഭവങ്ങൾ പഠിച്ചു. അടുത്ത് ഫാൻറോസോയിക് ഇയോണിലെ വിവിധ ഇറയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പാലിയോസോയിക് കഴിഞ്ഞിട്ട് ഇനി ഏതാ പറഞ്ഞോളൂ? മീസോസോയിക്. നോക്കിയേ, മീസോസോയിക്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മീസോസോയിക് ആരംഭിക്കുന്ന 252 മില്യൺ ഇയേഴ്സിന് മുമ്പാണ്. അവിടെ ട്രയാസിക് ആണ് ആദ്യം, ദെൻ ജുറാസിക്, ക്രെറ്റേഷ്യസ്. ഇവിടെ അടുത്ത അവിടെ നേരത്തെ പറഞ്ഞ മാസ് എക്സ്റ്റിങ്ഷൻ ഒന്നുകൂടെ ഇവിടെ എഴുതിയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോ എന്തൊക്കെയാണ് ട്രയാസിക്കിൽ നടന്നത്? ഫസ്റ്റ് മാമൽ അപ്പിയർഡ്,
ദെൻ ഫസ്റ്റ് ഡിനോസർ. എപ്പോഴും നമുക്ക് മീസോസോയിക് ഇറ ഓർക്കുമ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നാ പറയുക അല്ലെ, ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ്. അതില് ജുറാസിക് പാർക്ക് സിനിമയെല്ലാം കണ്ടു കാണും. അപ്പോൾ അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ജുറാസിക് ടൈമിലാണ് ഡിനോസോഴ്സ് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഡിനോസർ വന്നത് എപ്പോഴാ? ട്രയാസിക്കില്. ഡിനോസോഴ്സ് എക്സ്റ്റിങ്ക്ട് ചെയ്യുന്ന ക്രെറ്റേഷ്യസിന്റെ അവസാനം അല്ലെ, ഓർത്തിരിക്കുക, ക്രെറ്റേഷ്യസിന്റെ അവസാനം. അല്ലെങ്കിൽ നമുക്കറിയാം സീനോസോയിന്റെ ബിഗിനിങ് അല്ലെ, പാലിയോസോയിന്റെ ബിഗിനിങ്. അപ്പോഴും അതിന്റെ പിന്നെ എക്സ്റ്റിങ്ഷൻ ചോദിച്ചാൽ അതും പറയാം. അപ്പൊ ഇത്രയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ഫസ്റ്റ് മാമൽ വരുന്നു ട്രയാസിക്കില്, ഫസ്റ്റ് ഡിനോസർ വരുന്നു. ഇനി ഏതാണ് പ്ലാന്റ് കൂടുതൽ ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത്? അറിയാമല്ലോ, ഏതാ പ്ലാന്റ്? ജിംനോസ്പേം. ജിംനോസ്പേം ഡോമിനേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഡിനോസോഴ്സും ജിംനോസ്പേമും എല്ലാം ഡോമിനേറ്റ് ചെയ്തത് ജുറാസിക്കിൽ അല്ലെ. പിന്നെ അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഏർലി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടായി വരുന്നു. പിന്നെ അതുപോലെ ഒറിജിൻ ഓഫ് പ്ലാസന്റൽ മാമൽസ്. ഓക്കെ, അടുത്ത മാസ് എക്സ്റ്റിങ്ഷൻ ഇവിടെ വരുന്നു. അപ്പോ 5 മാസ് എക്സ്റ്റിങ്ഷൻസ് ഉണ്ട്. അതിൽ മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ഏതാണ്? പെർമിയൻ അല്ലെ. അപ്പോ ഇനി 6ാമത്തെ മാസ് എക്സ്റ്റിങ്ഷൻ ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ ആന്ത്രോപോജനിക്, അതായത് നമ്മുടെ ഇന്ന് ജീവിക്കുന്ന പിന്നെ നമ്മുടെ കാലഘട്ടത്തിലാണ്. അതായത് ശരിക്കും മനുഷ്യന്റെ ഇടപെടലോടുകൂടി പല കാര്യങ്ങളിലും പല സ്പീഷീസും എല്ലാം എക്സ്റ്റിങ്ക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പൊ ഇവിടെ മേജർ എക്സ്റ്റിങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏതാ നമുക്ക് പഠിക്കേണ്ടത്? അപ്പൊ പാലിയോസോയിക്കായി, മീസോസോയിക്കായി, അടുത്ത സീനോസോയിക്. സീനോസോയിക് ഇറയെ പറയുന്നതാണ് ഏജ് ഓഫ് മാമൽസ്. എന്താണ്? ഏജ് ഓഫ് മാമൽസ്. അതെ. അപ്പൊ ഇവിടെ പാലിയോസോയിൽ റൈസ് ഓഫ് ഫസ്റ്റ് പ്രൈമേറ്റ്സ് വരുന്നുണ്ട്. ഇയോസീനില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹോഴ്സ് ലൈക്ക് ഹൂഫ്ഡ് ആനിമൽസ് ഒറിജിനേറ്റഡ്. അപ്പൊ ഹോഴ്സിന്റെ എവല്യൂഷൻ നമ്മൾ ഹോഴ്സിന്റെ എവല്യൂഷൻ പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇയോസിൻ പീരിയഡിലാണ്. അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഒളിഗോസിൻ വരുമ്പോൾ റൈസ് ഓഫ് ഏപ്സ്, മങ്കീസ് എക്സെട്ര എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതും ഓർഡർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ മയോസിനിലേക്ക് എന്തായിരിക്കും? ഇവിടെ ഏപ്സ് ഒക്കെ വന്നുവെങ്കിലും ഇവിടെ ചിമ്പൻസി, ഗോറില്ല പോലുള്ള മാൻ ലൈക്ക് ആയിട്ടുള്ള ഏപ്സ് ഒക്കെ ഉണ്ടായി കാണും അല്ലെ. പിന്നെ സ്പ്രെഡ് ഓഫ് ഗ്രാസി എക്കോസിസ്റ്റം പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലയോസിൻ ഏർലി ഹ്യൂമൻ ആൻസെസ്റ്റേഴ്സ്. ഹ്യൂമൻ വന്നില്ല, ഹ്യൂമൻ ആൻസെസ്റ്റേഴ്സ് വന്നു. അതിനുശേഷം എന്താ ഇവിടെ പ്ലീസ്റ്റോസിനിലാണ് എന്താ അറൈവൽ ഓഫ് മോഡേൺ മാൻ. ഇനി കോട്ടൺറി വരെയുള്ള ഇതിപ്പോ കാലം, അതായത് കോട്ടൺറി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പൊ മാനിന്റെയും കൂടെ ഇടപെടലുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, പലതും കണ്ടുപിടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോട്ടൺറിയിൽ കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പലരും പഠിച്ചിട്ടില്ലാത്ത കാര്യമായിരിക്കും. ഞാനത് പറയാം. അത് അടുത്ത കാലത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകം സ്ലൈഡിൽ അടുപ്പുറത്ത് ഞാൻ പറയുന്നുണ്ട്. കാര്യം കോട്ടൺറി പീരീഡിനെ നമ്മൾ പല ഏജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ ഉള്ള കാര്യങ്ങളൊന്ന് ഓർക്കുക. എന്നിട്ട് ഇത് ഞാനിപ്പോൾ പ്രത്യേകം പറയാം. ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണ്? പാലിയോസോയിനില് റൈസ് ഓഫ് ഫസ്റ്റ് പ്രൈമേറ്റ്സ്, ഇയോസിനില് ഹോഴ്സ് ലൈക്ക് ഹൂഫ്ഡ് ആനിമൽസ് വന്നു. അടുത്ത അതുപോലെ റൈസ് ഓഫ് ഏപ്സ്, മങ്കീസ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത ചിമ്പൻസി പോലുള്ളതിന് അതുപോലെ മാൻ ലൈക്ക് ഏപ്സ് ഒക്കെ ഇവിടെ വരാം. അടുത്ത ഏർലി ഹ്യൂമൻ ആൻസെസ്റ്റേഴ്സ് വരുന്നു. ഇനി കോട്ടൺറി പീരീഡിന്റെ ആരംഭം എന്താ? ഏതാണ്ട് 2.4 മില്യൺ ഇയേഴ്സിന് മുമ്പ് അല്ലെ. അപ്പൊ അതും ചിലതിൽ 2.2 എന്ന് കാണും, ചിലത് ഈവൻ 2 എന്ന് കാണും. അതെല്ലാം നമ്മൾ റഫ്ലി ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ പ്ലീസ്റ്റോസിൻ തുടക്കം, കോട്ടൺറി പീരീഡിന്റെ ആദ്യത്തെ ഇപ്പോക്കിന്റെ തുടക്കം, അല്ലെങ്കിൽ കോട്ടൺറി പീരീഡ് തുടങ്ങുന്ന 2.4 മില്യൺ ഇയേഴ്സ്. അപ്പൊ ഇവിടെ ഈ തുടക്കം ഐസ് ഏജിന്റെ തുടക്കമാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ഓർക്കുക, ഐസ് ഏജിന്റെ തുടക്കത്തിലാണ് അറൈവൽ ഓഫ് മോഡേൺ മാൻ. അപ്പൊ നമുക്ക് ഐസ് ഏജിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഏജ് ഓഫ് ഹ്യൂമൻ എന്ന് പറയാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഈവൻ സെറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്യാം. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഇതിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് മിക്കവാറും വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ സെൻസോബിലെ സ്റ്റുഡൻസിന്, നമ്മുടെ സെൻസോബിൽ ചേർന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഇതിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് ഇടും. ആ പ്രാക്ടീസ് ടെസ്റ്റിലും കൂടെ
നമ്മൾ ചെയ്യുമ്പോൾ ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇവിടെ ഐസ് ഏജ് തുടങ്ങുന്നത് 2.4 മില്യൺ ഇയേഴ്സ് മുമ്പായിട്ട്. ഐസ് ഏജ് അവസാനിക്കുന്നത് എപ്പോഴാണെന്നോ, ഐസ് ഏജ് ബിഗിൻസ് വിത്ത് ക്വാട്ടർണറി പീരീഡ് ആൻഡ് എൻഡ്സ് അറ്റ് അബൌട്ട് ബിഗിനിങ് ഓഫ് ഹോളോസീൻ. ഹോളോസീൻ എപ്പോഴാ ബിഗിൻ ചെയ്യുന്നത്? എപ്പോഴാ നമുക്ക് പറഞ്ഞേ? 0.01 മില്യൺ. അത് അല്ലാതെ മില്യണിലല്ലാതെ നമുക്ക് ഇയേഴ്സിൽ എത്ര പറയാം? എത്ര തൗസൻഡ് ആണെന്ന് പറയാം? 0.01 മില്യന് 10,000 ഇയേഴ്സിന് മുമ്പെന്ന് പറയാം. തന്നല്ലോ. അപ്പൊ എന്താ, ലാർജ് മാമൽസ് ആൻഡ് ബേർഡ്സ് എല്ലാം എക്സ്റ്റിങ്ക്ട് ചെയ്യുന്നു, മോഡേൺ മാൻ ഡോമിനേറ്റ് ചെയ്തു, അല്ലേ? അപ്പൊ ഇത്രയും കാര്യത്തെ നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ പഠിക്കാം. ഹോളോസീൻ പീരീഡിനെ നമുക്ക് ക്വാട്ടർണറി പീരീഡിന്റെ തുടക്കം ഒന്നും കൂടെ ഓർക്കുക. ഐസ് ഏജ് തുടങ്ങുന്നു, അറൈവൽ ഓഫ് മോഡേൺ മാൻ, അതുകൊണ്ട് നമുക്ക് ഏജ് ഓഫ് ഹ്യൂമൻ എന്ന് പറയാം. ഇനി അത് എൻഡ് ചെയ്യുന്നു ഏതാണ്ട് എപ്പോഴാ? ഹോളോസിന്റെ തുടക്കത്തിൽ. ഞാൻ ഏതാണ്ട് എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇവിടെ 10,000 എന്ന് പറയുന്നത് ചിലപ്പോ ഇവിടെ ഹോളോസിന്റെ സ്വപ്പ് മുമ്പുമായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. കുറച്ച് അത് ചില ടെക്സ്റ്റുകളിൽ 11,700 എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹോളോസീൻ ഇപ്പോക്കിന്റെ തുടക്കത്തിൽ, അല്ലെ, പിന്നെ ഐസ് ഏജ് അവസാനിക്കും. അപ്പൊ ഇനി നമ്മൾ ഹോളോസീൻ ഇപ്പോക്കിനെ പല ഏജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൂടെ ഓർത്തിരിക്കുക. കണ്ടോ, ഹോളോസീൻ ഇപ്പോക്ക് ഞാനത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സും കൂടെ കൊടുത്തിരിക്കണം, മില്യൺ മാറ്റിയിട്ട്. കാര്യം അത് എളുപ്പം മനസ്സിലാക്കാനാണ്. 10,000 ഇയേഴ്സ് എന്ന് ഓർക്കാം, ഹോളോസിന്റെ തുടക്കം. ഇതിന് നമുക്ക് ഹോളോസീൻ ഇപ്പോക്ക് ഈ സബ്ഡിവൈഡഡ് ഇൻടു 3 സ്റ്റേജസ് ഓർ ഏജസ് എന്ന് പറയാം. അതാണ് ഗ്രീൻലാൻഡിയൻ, നോർത്ത് ഗ്രിപ്പിയൻ, മേഘാലയൻ. അപ്പോ ഹോളോസീൻ ഇപ്പോക്കിന്റെ ലേറ്റസ്റ്റ് ഏജ് ഏതാ? മേഘാലയ. അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന പിന്നെ ഇയോൺ ഏതാ? ലേറ്റസ്റ്റ് ഇയോൺ ഫാനറോസോയിക്. അതുപോലെ നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പോക്ക് എന്താണ്? ലേറ്റസ്റ്റ് ഇപ്പോക്ക് ഏതാ? ഹോളോസിൻ. ഓക്കെ. അപ്പൊ ഹോളോസിൻ ഇപ്പോക്കിൽ തന്നെ 3 ഏജസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതാണ് മേഘാലയൻ ഏജ്. നമ്മള് ഇവിടെ ഈ ഗ്രീൻ ലാൻഡിയനും നോർത്ത് ഗ്രിപ്പിയനും ഇത് അപേക്ഷിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തിരിക്കുക. അത് മേഘാലയനില് അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആണല്ലോ മേഘാലയ. അപ്പൊ മേഘാലയൻ പേര് കേൾക്കുന്ന പോലെ മേഘാലയനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് മേഘാലയൻ അതിന്റെ പീരീഡ് എത്ര? 4,200 ഇയേഴ്സ് മുമ്പ്. മറ്റേ ഇവിടെ ഗ്രീൻലാൻഡിയൻ തുടങ്ങുന്ന 11,700 ഇയേഴ്സ് മുമ്പ്. ഞാൻ പറഞ്ഞു ഹോളോസിൻ തുടക്കം 10,000 ആണ്, പക്ഷെ ഇച്ചിരി മുന്നില് തുടങ്ങി. അതിനുശേഷം നോർത്ത് ഗ്രിപ്പിയൻ 8,200 ഇയേഴ്സ് മുമ്പ്, പിന്നെ 4,200 ഇയേഴ്സ് എഗോ, അല്ലെ? അപ്പോ അന്നേരമാണ് മേഘാലയൻ തുടങ്ങുന്നത്. മേഘാലയന്റെ പ്രത്യേകത, മേഘാലയൻ ഈസ് ദ ലേറ്റസ്റ്റ് ഏജ് ഓഫ് ഹോളോസീൻ ഇപ്പോക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏജ് ആണ്. ഡ്യൂറിംഗ് ദിസ് ടൈം ദർ വാസ് എ വേൾഡ് വൈഡ് ഡ്രോട്ട് ദാറ്റ് ഹാഡ് വൈപ്ഡ് ഔട്ട് മെനി സിവിലൈസേഷൻസ് ഓഫ് ദാറ്റ് പീരീഡ്. വളരെ വർഷങ്ങൾ നീണ്ട ഡ്രോട്ട് ടൈം. As the name implies, geologists found out the evidences for the Meghalayan age from the caves of Indian Meghalaya state. നമ്മുടെ മേഘാലയയിൽ ഉള്ള ഗുഹകളിൽ നിന്നുമുള്ള പല എവിഡൻസസിൽ നിന്നുമാണ് ഈ മേഘാലയൻ ഏജിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഓർത്തിരിക്കാം. ഇനി ഒരു വേർഡ് കൂടെ ഓർത്തിരിക്കാം. ഈ ഹോളോസീൻ ഇപ്പോക്ക് പൊതുവെ, പിന്നെ ചിലർ ഹോളോസീൻ ഇപ്പോക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ, അതായത് മേഘാലയന്റെ ഒക്കെ ടൈമിലൊക്കെ നമ്മൾ ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ആ ഒരു പേരൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ഹോളോസീൻ ഇപ്പോക്കിനെ മാറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എന്തായാലും നമ്മുടെ കറന്റ് ടൈം is the current time in which the Anthropocene is the current time in which humans have had an enormous impact on the environment. The term Anthropocene was coined by Paul Crutzen and Eugene Stormer in 2000. അപ്പോൾ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
ഓക്കെ, ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ era, the era, eon, period, epoch. The simplest question, period, epoch, era, eon. ഏതാ? eon, era, period, epoch. അല്ലേ? Everybody knows. Then second question, the correct order of periods from Paleozoic to Mesozoic era. ഇത് CSIR നെറ്റില് 2017 ജൂണില് ചോദിച്ച ക്വസ്റ്റ്യനാ. അത് നെറ്റ് എക്സാം ഒക്കെ എഴുതിയവര് ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ വെച്ച് പല പ്രാവശ്യം ചോദിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പല എക്സാംസിൽ. നോക്കാം, ഇവിടെ എല്ലാം വായിച്ച സമയം കളയണ്ടല്ലോ. ഇത് ഓർക്കാൻ നമ്മുടെ നിമോണിക് ഓർമ്മിക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കാര്യം, പാലിയോസോയിക് ടു മീസോസോയിക് ഇറ, അതിലെ പീരീഡാ ചോദിച്ചിരിക്കുക. പാലിയോസോയിക്കിൽ നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? പാലിയോസോയിക്കിൽ പറഞ്ഞ എന്താ നിമോണിക്? എല്ലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നന്നായിട്ട് അത് പഠിക്കുക. ഇപ്പൊ ഞാനൊന്ന് പറയാം. എന്താ പാലിയോസോയിക്കില്? കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. അപ്പൊ കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്, ഇവിടെ ഏതാണ്? കെയർ, സി അല്ലെ? കെയർ, സി ആദ്യമല്ലേ വരുന്നത്. അടുത്ത എന്താ? ഓഡോവിസിയൻ. അടുത്ത സീരിയസ് എന്താ? സിലൂറിയൻ. ദെൻ ഡി, ഡിസീസ്, ഡി. ദെൻ കാർബോണിഫറസ്, ക്യാൻ, പ്രിവെന്റ്, പെർമിയൻ. ഓക്കെ, ഇതൊക്കെ ആയി അല്ലേ? ദെൻ മീസോസോയിക്, ട്രയാസിക് എന്താണ്? ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി, ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി, ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി. എളുപ്പമല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, മൂന്നാമത്തതാണ് ആൻസർ. ദെൻ another question, match major events in the history of life with the Earth's geological period. മേജർ ഇവന്റ്സ്, ഇവിടെ ഇവന്റ്സും ജിയോളജിക്കൽ പീരീഡും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് റെപ്റ്റൈൽസ്, ദെൻ ഫസ്റ്റ് മാമൽസ്, ഫസ്റ്റ് ഹ്യൂമൻസ്, ഫസ്റ്റ് ആംഫിബിയൻസ്. ഫസ്റ്റ് റെപ്റ്റൈൽ വന്നത് എപ്പോഴാണ്? ഫസ്റ്റ് റെപ്റ്റൈൽ നമ്മളിവിടെ നോക്കാം. ഒറിജിൻ ഓഫ് റെപ്റ്റൈൽസ് ഉണ്ടോ? കാർബോണിഫറസ്. ഇതെല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നോക്കുക. ഇതെല്ലാം നോക്കിയാൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. ഒറിജിൻ ഓഫ് റെപ്റ്റൈൽ അല്ലേ? അപ്പോ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ്? മീസോസോയിക് ഇറയാണ് അല്ലെ? ഇവിടെ ഒറിജിൻ ഓഫ് റെപ്റ്റൈൽസ് കാർബോണിഫറസ് ആണ്. അതുപോലെ ഇവിടെ ഒറിജിൻ ഓഫ് ആംഫിബിയ ഡിവോണിയൻ പറഞ്ഞു. എന്നാൽ ഏജ് ഓഫ് ആംഫിബിയ എന്താണ്? കാർബോണിഫറസ് ആണ്. ഇതെല്ലാം മനസ്സിലാക്കിയുള്ള. അപ്പൊ ഇവിടെ ഫസ്റ്റ് റെപ്റ്റൈൽ ഏതാ? കാർബോണിഫറസ്. അടുത്ത ഫസ്റ്റ് മാമൽ ഏതാ? ഫസ്റ്റ് മാമൽ ക്വാട്ടർണറി അല്ലെ? ദെൻ ഇവിടെ ഫസ്റ്റ് ഹ്യൂമൻസ്, സോറി ഫസ്റ്റ് മാമൽ ഏതാ? ട്രയാസിക്. സോറി, ഫസ്റ്റ് മാമൽ ട്രയാസിക് അല്ലേ? യെസ്. ദെൻ ഫസ്റ്റ് ഹ്യൂമൻ ക്വാട്ടർണറി. ദെൻ ഫസ്റ്റ് ആംഫിബിയൻസ് ഡിവോണിയൻ. ഓക്കെ, അപ്പോ ഏതാ പറ്റുന്നത്? പി വരും അല്ലേ? ബി വരും. പി ഫസ്റ്റ് റെപ്റ്റൈൽസ് Carboniferous. Okay, B is the answer. Next question, during which of the following major mass extinction events over 95% of marine species disappeared? This is direct question. 2016 June la ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പെർമിയനിലാണ് അല്ലെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് സുവോളജി 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, which of the following statements is or are correct? Sometime about around 3,800 million years ago, life began to evolve. നമ്മൾ അവിടെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് സ്ട്രോമറ്റോലൈറ്റ്സ് എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അല്ലെ?
അത് കറക്റ്റ് ആണ്. എക്സ്റ്റിങ്ഷൻ ഓഫ് ഡിനോസോഴ്സ് ഹാപ്പൻഡ് ഇൻ ജുറാസിക്. എല്ലാവർക്കും അറിയാൻ തെറ്റാണെന്ന്. കാര്യം ഏറ്റവും ഫ്ലറിഷ് ചെയ്തിരുന്നത് ഡിനോസോഴ്സ് ഫ്ലറിഷ് ചെയ്തിരുന്ന ജുറാസിക്കിലാണ്. അപ്പോ ദെൻ the quaternary period began with an ice age. കറക്റ്റ് അല്ലേ? about 2 million years. ഞാൻ നേരത്തെ പറഞ്ഞ 2.4 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ about 2 million years ago നമുക്ക് ഏതാണ്ട് പറയാം. It is often called the age of humans. ആണല്ലോ. It is divided into 2 epochs. അതെല്ലാം Holocene, Pleistocene. Quaternary, Holocene, Pleistocene അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാ? 1 and 3. അതായത് സി ആണ് ആൻസർ അല്ലേ? Okay, so I hope this video is really helpful to you. If you like it, please don't forget to subscribe the channel. Thank you.